ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കർണാടകയിലെ ഗോപാലസ്വാമി ടെമ്പിളിലേക്കാട്ടോ പോകാൻ പോണേ. അപ്പോൾ അവിടുത്തെ എൻട്രി ആട്ടോ ഇത് വരുന്നത്. അപ്പോൾ അവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് പറഞ്ഞാൽ 60 രൂപയാട്ടോ വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ പറഞ്ഞാൽ അവരെ ബസ്സിൽ തന്നെ പോകണം കേട്ടോ. കർണാടകേൻ്റെ സർക്കാർ വണ്ടിയിൽ തന്നെ അവിടേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ബസ് കയറുന്ന ടൈം പറഞ്ഞാൽ ഒരു 12:30 ആ ടൈമായിട്ടോ കയറാൻ നിന്നപ്പോൾ. ഇവിടെയൊക്കെ രാവിലെയൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാട്ടോ. അപ്പോൾ ബസ് തന്നെ ഞങ്ങൾ വന്നപ്പം തന്നെ 3ാമത്തെ ബസ്സിലാട്ടോ ഞങ്ങൾ കയറാൻ പോയത്. ഇപ്പോൾ അത്രയോ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം ഒരു 4 മണി വരെയാണ് അവിടെ ഓപ്പണിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൽ തന്നെ അവർ കർണാടക സർക്കാർ നല്ല പൈസ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തന്നെ ഈ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ രാവിലെ തന്നെ വരണം കേട്ടോ. എന്നാൽ രാവിലെ തന്നെ വന്നാലേ ഉള്ളൂ ഇവിടുത്തെ അടിപൊളി കാഴ്ചകൾ കാണാനുള്ളൂ. മഞ്ഞ് കോടയൊക്കെ ഇറങ്ങുന്നത് കാണാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ വരുന്നത്. നമ്മളെ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആട്ടോ 60 രൂപ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി രസമാട്ടോ കാണാൻ. അപ്പോൾ അവിടെയുള്ള കുറേ കൃഷികൾ പാടങ്ങളൊക്കെ കാണട്ടോ അവിടെ നോക്കിയാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആനക്കൂട്ടം മാൻകൂട്ടമൊക്കെ കാണാൻ പറഞ്ഞിട്ടോ. നമ്മൾ പോയപ്പോൾ കണ്ടിട്ട് വന്നിട്ട് കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആവട്ടോ മേത്തര എത്തി കിട്ടാൻ, അമ്പലത്തിൻ്റെ അടുത്ത് എത്തി കിട്ടാൻ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം രാവിലെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ നല്ല കാഴ്ചകൾ കാണാനൊക്കെ കഴിയാം. ഈ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ പറഞ്ഞാൽ ഏകദേശം ഒരു 700 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ അത്യാവശ്യം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേലോട്ട് കയറുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വ്യൂസ് കാര്യങ്ങളാട്ടോ. മുകളിലൊക്കെ കാണാനും അത്യാവശ്യം നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. നല്ല അടിപൊളി മേഘങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളാണ്. പിന്നെ രാവിലെയൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണെന്നാണ് പറയുന്നേക്കുന്നത് കേട്ടോ. നമ്മൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോയത് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനാട്ടോ. ഫുഡ് കഴിക്കാൻ നല്ല അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. കർണാടക തന്നെയാട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ളത് അടിപൊളി നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹോട്ടലിനാട്ടോ ഫുഡ് കഴിക്കുന്നത്. ശ്രീ വിനായക എന്ന ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പറഞ്ഞാൽ 4 നെയ്ച്ചോറും അതേപോലെ തന്നെ ഒരു പെപ്പർ ചിക്കനാട്ടോ വാങ്ങിയത്. അപ്പോൾ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ പറ്റ ക്ഷീണമാട്ടോ ഇവിടുത്തെ വരുന്നത്. എന്താ പറയുക, കറിക്കും ആയാലും ചോറിനായാലും വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വാങ്ങി കുടുങ്ങിപ്പോയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പം കേരളത്തിലത്തെ ഫുഡിൻ്റെ അത്ര ടേസ്റ്റ് ഇവിടെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ പറഞ്ഞാൽ എന്താ പറയുക പുഴുങ്ങിയെടുത്തായിട്ട് മസാല ഇട്ട മാതിരി കേട്ടോ. അപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ 850 രൂപയാണ് ഇത് ഫുഡിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം ആരും ഇവിടുന്ന് ഫുഡ് കഴിക്കാതെ നോക്കുന്നതായിരിക്കും നന്നാവും കേട്ടോ. അപ്പോൾ 4 നെയ്ച്ചോറിനും പെപ്പർ ചിക്കനും കേട്ടോ 850 രൂപ അവിടെ വാങ്ങിയത്.